കേരളത്തിലെ ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് നമുക്ക് കിട്ടുന്ന ഓരോ വെതർ അപ്ഡേറ്റ്സ് വരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ ഒരു കറണ്ട് കട്ടൊക്കെ ആയതിനു ശേഷമാണ് നമ്മുടെ മൊബൈലിൽ എത്ര പെർസെൻറ്റേജ് ചാർജ് ഉണ്ടെന്ന് വരെ നമ്മൾ ചിന്തിക്കാറുള്ളൂ. കറണ്ട് ഇല്ലാത്തൊരു സാഹചര്യത്തിൽ ഫോണിലുള്ള ബാറ്ററി എങ്ങനെ വൃത്തിയായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ചില ടിപ്പുകൾ നിങ്ങൾക്കിത് ആദ്യമായിട്ട് കേൾക്കുന്നതായിരിക്കില്ല, ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്. നിങ്ങളൊരു പ്രോയൊക്കെ ആണെങ്കിൽ പുതിയതായിട്ടുള്ള ഇൻഫർമേഷൻ ഒന്നും തന്നെ ഈ വീഡിയോയിലില്ല. എന്നാൽ ഇങ്ങനെയുള്ള പ്രത്യേക സാഹചര്യങ്ങളിൽ ചെറിയൊരു ഓർമ്മപ്പെടുത്തൽ മാത്രം. ഇത് നിങ്ങളുടെ സ്വന്തം ചങ്ങായി ഹാരിസ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആർക്സ് ടെക് ATU. ഈ വീഡിയോ ഞാൻ 2 ഭാഗങ്ങളായിട്ട് തിരിക്കുകയാണ്. 2 സാഹചര്യങ്ങൾ. 1, നിങ്ങളുടെ നാട്ടിൽ കറണ്ട് പോയി ഒരു 3 ദിവസത്തേക്ക് ഇനി കറണ്ട് ഉണ്ടാവാൻ സാധ്യതയില്ല. 2, നിങ്ങളുടെ നാട്ടിൽ കറണ്ട് പോയി പക്ഷേ 1-2 ദിവസം കൊണ്ട് കറണ്ട് വരും. അപ്പോൾ ഈ 2 സാഹചര്യത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ടിപ്പുകൾ ഞാൻ പറയാം. ഒന്നാമത്തത്, നിങ്ങളുടെ നാട്ടിൽ കറണ്ട് പോയി 3-4 ദിവസത്തേക്ക് ഇനി കറണ്ട് പ്രതീക്ഷിക്കേണ്ട. നിങ്ങളുടെ ഫോണിൽ അൾട്രാ ബാറ്ററി സേവിങ് മോഡ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാവും. ഇപ്പോൾ ഉള്ള ഒട്ടുമിക്ക എല്ലാ സ്മാർട്ട് ഫോണുകളിലും, ഒരു 3-4 വർഷം മുമ്പ് ഇറങ്ങുന്ന സ്മാർട്ട് ഫോണിൽ വരെ ഈ ഒരു ഫീച്ചറുണ്ട്. പലരും അത്ര ഉപയോഗിക്കാത്തൊരു ഫീച്ചറാണ്. ചില ആളുകൾ ഇപ്പോൾ ഞാൻ പറയുമ്പോഴായിരിക്കും ഫസ്റ്റ് ടൈം ഇതിനെക്കുറിച്ച് കേൾക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പോപ്പുലർ ആയിട്ടുള്ള ഷവോമിയും അതിൻ്റെ സബ് ബ്രാൻഡുകളിലുള്ള ഫോണുകളും ഇനി BBK ഇലക്ട്രോണിക്സിൻ്റെ ബ്രാൻഡുകളിലുള്ള ഏതൊരു ഫോണിലും ഈ ഒരു ഫീച്ചറുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഒരു ഫോണിലും ഇങ്ങനൊരു ഫീച്ചർ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത് എടുക്കാനായിട്ട് ഇത്രയും ചെയ്താൽ മതി. സെറ്റിങ്സിൽ പോവുക, സെർച്ച് ബാറിൽ അൾട്രാ ബാറ്ററി സേവിങ് മോഡെന്നോ അല്ലെങ്കിൽ അൾട്രാ പവർ സേവിങ് മോഡെന്നോ അടിക്കുക. അൾട്രാ എന്ന് അടിക്കുമ്പോൾ തന്നെ മിക്കപ്പോഴും നിങ്ങൾക്ക് ഈ ഫീച്ചർ കാണാൻ കഴിയും. അപ്പോൾ ഈ ഫീച്ചർ ഓണാക്കിയിടുന്നതിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന പ്രയോജനം എന്താണ്? സംഭവം ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ സ്മാർട്ട് ഫോൺ ഒരു ബേസിക്സ് ഫോൺ പോലെയായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങും. ഒരു ബേസിക് ഫോൺ എന്ന് പറയുമ്പോൾ പണ്ടുണ്ടായിരുന്ന കീപാഡ് സെറ്റ്, വിളിക്കാം, മെസ്സേജ് അയക്കാം, അത്രയൊക്കെ ഉള്ളൂ. കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല. ഇനി ഷവോമിയുടെ അൾട്രാ പവർ സേവിങ് മോഡ് ആണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഒരു ആപ്പും കൂടെ എക്സ്ട്രാ ആയിട്ട് ഉപയോഗിക്കാൻ കഴിയും. അതുപോലെ തന്നെ ഇൻ്റർനെറ്റ് ആക്സസും ഓപ്പൺ ആണ്. ഇനി ലെനോവോയുടെ ഒക്കെ കാര്യത്തിലൊക്കെ ആണെങ്കിൽ ഇൻ്റർനെറ്റ് വരെ അവർ ബ്ലോക്ക് ചെയ്യും. ശരിക്കും ഒരു ബേസിക് ഫോൺ എങ്ങനെയാണോ അതുപോലെ തന്നെ. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും, ഈ ഒരു മോഡ് ഓണാക്കി ഇടുമ്പോഴേക്കും ഇപ്പോൾ ഷവോമിയുടെ ഡിവൈസ് പറയുന്നത് ഈ സെറ്റിങ്ങിൽ പ്രോപ്പറായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഏകദേശം 372 മണിക്കൂർ, അതായത് 15 ദിവസത്തോളം എനിക്ക് ചാർജ് നിൽക്കുമെന്നാണ്. എന്നാൽ അതൊരു അമിത പ്രതീക്ഷയാണ് പലപ്പോഴും. ഞാൻ എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഇതൊരിക്കലും ഉപയോഗിച്ചിട്ടുണ്ട്. 4 മുതൽ 5 ദിവസം വരെ സുഖമായിട്ട് നിങ്ങളുടെ ഫോൺ പോവും. നിങ്ങൾക്ക് ഫോൺ ചെയ്യാം, അത്യാവശ്യം മെസ്സേജസ് അയക്കാം. ഇനി ഇടയ്ക്ക് ന്യൂസൊക്കെ അറിയാനായിട്ട് വാട്സപ്പൊക്കെ ഓപ്പൺ ആക്കാം. അത്രയൊക്കെ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഒരു 4-5 ദിവസത്തേക്കൊക്കെ തീർച്ചയായിട്ടും ലഭിക്കും. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഇത് എക്സിറ്റ് അടിച്ച് പോയി ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇത്രയും സമയം കിട്ടിയില്ല എന്ന് പരാതി പറയരുത്. ഇനി രണ്ടാമത്തെ സാഹചര്യം, ഇന്നോ നാളെയോ കൊണ്ട് കറണ്ട് വരും, പക്ഷേ അതുവരെ പിടിച്ചു നിൽക്കണം. ഇനി ഞാൻ പറയാൻ പോകുന്ന ടിപ്സ് ഇങ്ങനെ മഴയും ബുദ്ധിമുട്ടൊക്കെ ഉള്ളപ്പോൾ മാത്രമല്ല, അല്ലാത്തപ്പോഴും ഉപകാരപ്രദമാകുന്നതാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒന്നാമത്തെ സംഗതി എന്ന് പറഞ്ഞാൽ അനാവശ്യ കണക്ഷൻസ് ഓഫ് ചെയ്തിടുക എന്നുള്ളതാണ്. നിങ്ങളുടെ ഫോണിൽ ചില ആപ്പുകൾ ട്രിഗർ ചെയ്തിട്ടൊക്കെ ലൊക്കേഷൻ, അതുപോലെ തന്നെ ബ്ലൂടൂത്ത്, ഇതൊക്കെ നിങ്ങൾക്ക് ഉപയോഗമില്ലെങ്കിലും ഓണായി കിടപ്പുണ്ടാവും. അപ്പോൾ ഇതിനെല്ലാത്തിനും ബാറ്ററി ചിലവുള്ളതാണ്. ഓഫ് ചെയ്തിടുക. ഇനി പുതിയ ഫോണാണ് നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നതെങ്കിൽ നിയർ ബൈ ഷെയർ എന്ന് പറയുന്നൊരു സംഭവം ഇപ്പോൾ ഗൂഗിൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. ആപ്പിളിൻ്റെ എയർ ഡ്രോപ്പൊക്കെ പോലെയാണ്. അതും ഓഫ് ചെയ്തിടാൻ പ്രത്യേകം ഓർക്കുക. ഇനി നിങ്ങളൊരു ആപ്പിൾ ഡിവൈസാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആപ്പിളിൽ കൂടുതൽ പറയാതെ ആപ്പിൾ യൂസേഴ്സിന് അറിയാം, വൈഫൈ അതുപോലെ തന്നെ ബ്ലൂടൂത്ത് ഒക്കെ ഒരാവശ്യമില്ലെങ്കിലും ടേൺ ഓൺ ആയിരിപ്പുണ്ടാവും. അത് മാനുവലായിട്ട് നിങ്ങൾ ടേൺ ഓഫ് ചെയ്ത് വെക്കുക. രണ്ടാമത്തെ സംഗതി എന്ന് പറയുന്നത് ഓട്ടോ ബ്രൈറ്റ്നസ് ആണ്. ഈ ആശാൻ നമുക്ക് ചില സാഹചര്യങ്ങളിൽ ഉപകാരം ചെയ്യും, പക്ഷേ ബാറ്ററി സേവ് ചെയ്യേണ്ട ഒരു സാഹചര്യത്തിൽ ഓട്ടോ ബ്രൈറ്റ്നസ് ഓഫ് ആക്കിയിടുക. മാനുവലായിട്ട് ഒരു ലോ ബ്രൈറ്റ്നസ് സെറ്റിങ്സ് റെഡിയാക്കി വയ്ക്കുക. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ലെവലിൽ സെറ്റ് ചെയ്തതിന് ശേഷം അനക്കാൻ പോകണ്ട, അവിടെ സെറ്റായിട്ടിരുന്നോളും. ഇതിലുള്ള പ്രയോജനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആംബിയൻ ബ്രൈറ്റ്നസ് സെൻസർ ഓഫായിരിക്കും. അപ്പോൾ തന്നെ നിങ്ങൾക്ക് കുറേ ബാറ്ററി സേവ് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ നിങ്ങൾ ഒരു റൂമിൽ നിന്ന് വേറൊരു റൂമിലോട്ട് പോയി അവിടുത്തെ രണ്ടിടത്തെയും ലൈറ്റ് വ്യത്യാസമാണെങ്കിൽ അപ്പം കൂടുകയും കുറയുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ബാറ്ററി നന്നായിട്ട് ബാധിക്കും. കാരണം ഈ ഡിസ്പ്ലേ ലൈറ്റപ്പ് ആവാൻ തന്നെ നല്ലൊരു ബാറ്ററി ചിലവുണ്ട്. അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഓട്ടോ ബ്രൈറ്റ്നസ് ടേൺ ഓഫ് ആക്കിയിടുക. ഇനി ചെയ്യാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതി, നമ്മൾ പലരും ചെയ്യാത്തൊരു സംഗതിയാണ് ഹാപ്റ്റിക് ഫീഡ്ബാക്ക്, അതായത് വൈബ്രേഷൻസ് ഓഫാക്കിയിടുക. ഈ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ടൈപ്പ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ആപ്സ് സ്വൈപ്പ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം ചെയ്യുമ്പോഴേക്കും ഈ ഹാപ്റ്റിക് ഫീഡ്ബാക്ക് ഓൺ ആണെങ്കിൽ ഇതിനെല്ലാത്തിനും ബാറ്ററി ചിലവുണ്ട്. ഒരു ചെറിയ കുട്ടി മോട്ടർ അതിൻ്റെ ഉള്ളിലിരുന്ന് വർക്ക് ചെയ്യുന്നതാണ്. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഫിസിക്സ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓരോ തവണയും നിങ്ങൾ ഓരോ കീ സ്ട്രോക്ക് അല്ലെങ്കിൽ ഓരോ സ്വൈപ്പ് നടത്തുമ്പോഴും ആ മോട്ടർ പയ്യെ അനങ്ങുകയാണ്. അതിനൊക്കെ ബാറ്ററി ചിലവുണ്ട്. സോ വൈബ്രേഷൻസ് ഓഫാക്കിയിടുക.
ഇനി ചെയ്യാൻ കഴിയുന്നത് പറഞ്ഞാൽ അൺവാണ്ടഡ് ആപ്സ് എടുത്ത് പള്ള കളയുക എന്നുള്ളതാണ്. നിങ്ങൾ ഫോൺ മേടിച്ചപ്പോൾ തൊട്ട് ഇതുവരെ നിങ്ങൾ ഉപയോഗിക്കാത്ത കുറേ ആപ്പുകളുണ്ടാവും. ഇനി ചില കൂപ്പൺ കിട്ടാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസ്കൗണ്ട് കിട്ടാനായിട്ട് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത ആപ്പുകളുണ്ടാവും. എല്ലാം എടുത്ത് പള്ള കളയുക. കാരണം ബാക്ക്ഗ്രൗണ്ട് പ്രോസസ്സുകൾ എത്രയൊക്കെ നിങ്ങൾ കുറയ്ക്കുന്നോ അത്രയേറെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൻ്റെ ബാറ്ററി സേവ് ചെയ്യാൻ കഴിയും. ഇനി വേറൊരു സംഭവമുണ്ട്. ഞാൻ ഈ ഒരു റിവ്യൂ ഒക്കെ തുടങ്ങിയ കാലഘട്ടം തൊട്ട് എല്ലാവരോടും പറയുന്നതാണ്, ഈ ക്ലീനർ ആപ്പുകളുണ്ടല്ലോ, അതൊക്കെ ഇജാതി ഉടായ്പ സംഭവം വേറൊന്നുമില്ല. അതൊക്കെ ആദ്യം എടുത്ത് പള്ള കളയുക. ബാറ്ററി സേവർ ആപ്പ്, ക്ലീനർ ആപ്പ്, ആപ്പ് പ്രൊട്ടക്ടർ, ആപ്പ് ലോക്ക്, ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് പ്രോസസ്സുകൾ കൂട്ടിക്കൊണ്ടിരിക്കും. ഒരു ഫോണിൻ്റെ നിങ്ങൾ ഡീറ്റെയിലോട്ട് പോയിട്ട് നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് പ്രോസസ്സുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇജാതി ഊടായ്പ ആപ്പുകളെല്ലാം ഓൾ ടൈം ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ പ്രോസസ്സിൽ ഇങ്ങനെ ഓണായി കിടപ്പുണ്ടാവും. ഇത് ശരിക്കും പറഞ്ഞാൽ ആഡ്വെയറുകളൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ പരമാവധി ഒഴിവാക്കുക. പിന്നെ ചില ന്യൂസ് ആപ്പുകളുണ്ട് ഒരുപാട് നമുക്ക് നോട്ടിഫിക്കേഷൻസ് ഇടുന്നത്, അതെല്ലാം ഓഫ് ചെയ്തിടുക. അല്ലെങ്കിൽ അങ്ങനത്തെ ആപ്പ് നിങ്ങൾക്ക് ആവശ്യമാണ്, പക്ഷേ നോട്ടിഫിക്കേഷൻ താൽക്കാലികമായിട്ട് നിങ്ങൾക്ക് ഓഫ് ചെയ്തിടാനുള്ള ഓപ്ഷനും ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയും. ഇനി ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ആമോലെഡ് ഡിസ്പ്ലേ ഉള്ള ഫോണുകൾ ഉപയോഗിക്കുന്ന ചങ്ങായിമാർക്കുള്ളതാണ്. ഇതെല്ലാവർക്കും ബാധകമല്ല, അതുകൊണ്ടാണ് അവസാനത്തായിട്ട് പറയുന്നത്. നിങ്ങളൊരു ആമോലെഡ് ഡിവൈസാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഡാർക്ക് തീം ഓണാക്കി ഇടുക, അല്ലെങ്കിൽ ഡാർക്ക് മോഡ് ഓണാക്കി ഇടുക. ഇതുകൊണ്ടുള്ള പ്രയോജനം നിങ്ങൾ ചിലർക്ക് ഇപ്പോൾ തന്നെ അറിയായിരിക്കും. അറിയാത്തവർക്കായിട്ട് നിങ്ങളുടെ ആമോലെഡ് ഡിസ്പ്ലേയിൽ ഓരോ പിക്സലുകളുമാണ് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഡാർക്ക് കളർ സെലക്ട് ചെയ്യുമ്പോൾ, അതാണ് നമ്മുടെ ഫോണിൻ്റെ ഇൻ്റർഫേസിൽ ഒട്ടുമിക്ക എല്ലായിടത്തും വരുന്നത്, അത്രയും ഭാഗത്ത് LED ലൈറ്റുകൾ ബ്രൈറ്റ് ആവില്ല. അത് വളരെ ഡിമ്മായിട്ട് അല്ലെങ്കിൽ ഓഫായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ അതിൻ്റെ ഉള്ളൊരു പ്രയോജനം എന്ന് പറയുമ്പോൾ അത്ര ഏരിയയിലോട്ടുള്ള പവർ കൺസപ്ഷൻ കുറഞ്ഞു കിട്ടി. ഇനി നിങ്ങളൊരു LCD ഡിവൈസാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഈ ഡാർക്ക് മോഡ് ഉപയോഗിക്കുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. അതുകൊണ്ടാണ് ഏറ്റവും അവസാനമായിട്ട് ഞാൻ ഈ ടിപ്പ് പറഞ്ഞത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഒരു ഷോർട്ട് വീഡിയോ ആയിരുന്നു. നിങ്ങൾക്കിത് ഉപകാരം ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക. ഓക്കെ, ഒരു ഉപകാരപ്പെടുന്ന വീഡിയോയുമായിട്ട് ഉടനെ കാണാം. ഇത് നിങ്ങളുടെ സ്വന്തം ചങ്ങായി ഹാരിസ് സൈനിങ് ഓഫ് നൗ.